വെൽക്കം ടു മിച്ചുക്കുട്ടീസ് യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നലെ നമ്മുടെ മിച്ചുക്കുട്ടിയുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ ആയിരുന്നു. അങ്ങനെ മിച്ചുവിന് കുറച്ച് ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടല്ലേ മിച്ചു ഇന്നലെ മുതലേ മൂഡ് തെറ്റി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ നമുക്ക് മിച്ചുവിന് കിട്ടിയ കുറച്ച് ഗിഫ്റ്റ് ഉണ്ട്, നമുക്ക് അതൊക്കെ ഒന്ന് നോക്കാം. മിച്ചു പിണങ്ങിപ്പോയി, അപ്പൊ നമുക്ക് പൊട്ടിച്ചു നോക്കാം. ഓക്കെ, സായി വീഡിയോ എടുത്ത് തരുന്നത് സായി ചേട്ടനാണേ. അപ്പൊ നമുക്ക് എവിടെ തുടങ്ങാം? ഈ ഗിഫ്റ്റ് കിട്ടിയപ്പോൾ ഞങ്ങൾ വിചാരിച്ച് കുപ്പിയായിരിക്കും. കൊച്ചിനെന്തായാലും കുപ്പിയുടെ ആവശ്യമില്ലല്ലോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ആരൊക്കെയാണ് ഏത് കൊണ്ടുവന്നത് എനിക്ക് വലിയ ഐഡിയ ഇല്ല. അപ്പം നിങ്ങൾ കൊണ്ടുവന്നവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗിഫ്റ്റ് ഏതാണെന്ന് കമൻറ്റ് ചെയ്തിട്ടാണ്. നമുക്കിത് നോക്കാം. ഇതെന്താണ്? നമ്മൾ സംസാരിക്കുമ്പം തിരിച്ച് സംസാരിക്കും. മിച്ചു ഇതിനോട് സംസാരിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ, നമുക്ക് സംസാരിക്കാം. ഓക്കെ, അടുത്തത് മിച്ചു കൂടെ വേണമായിരുന്നല്ലേ. ഇതില് ക്യൂട്ട് ഒരു ഉടുപ്പ്, നല്ല രസമുണ്ടല്ലേ. മിച്ചുന് ചേരും. മിച്ചു ഇറ്റല ഇങ്ങോട്ട് വയ്ക്കാം. പിന്നെ എന്താണ്? ക്യൂബിക് റാഡിൽ. നമ്മൾ ഈ അടുത്തൊരാളുടെ ബർത്ത്ഡേക്ക് നമ്മൾ കൊടുത്ത ഗിഫ്റ്റ് ഇതായിരുന്നു. അടുത്തല്ല, ഒരു 2 വർഷം മുമ്പ്. ഇതിൽ ബെസ്റ്റ് പാർട്ട് ഉണ്ടോ? ഇങ്ങനെ സർപ്രൈസ് സാധനം കിട്ടുന്നു. കുട്ടിക്ക് ഇഷ്ടമാണ് അത് പൊട്ടിക്കുന്നത്? ഇല്ല, അത് മറ്റേ അലമ്പ് പിള്ളേർ ചെയ്യുന്ന സ്കൂളിൽ പഠിക്കുമ്പോൾ പണി നല്ലതാണ്. എനിക്കിത് വേണേ, ഇത് മിച്ചു നോക്കി. ഓക്കെ ഓക്കെ, അടുത്തത് പെട്ടെന്ന് പൊട്ടിക്കാം, അല്ലെങ്കിൽ അടൂർ ഗോപാലകൃഷ്ണന്റെ പടം പോലെ പോകും. പുള്ളിക്ക് എന്ത് കുഴപ്പം? ഫ്രോക്ക് ഇത് ഭംഗിയല്ലേ, നല്ല രസമുണ്ട്. നേരത്തെ കിട്ടിയ ഫ്രോക്കും കൊള്ളാം, നല്ല ഫ്രോക്ക്. ഇതൊക്കെ എനിക്കിടാൻ പറ്റിയെങ്കിൽ ഞാൻ ഇടട്ടാ, തലയിൽ കൂടെ കയറില്ല. ഓക്കെ, നമുക്കിത് ഇവിടെ വയ്ക്കാം. ഇനി ഇത് ഞാൻ ആളുടെ പേര് പറയില്ല. ഇന്നലെ വന്ന എല്ലാവരും എനിക്ക് സ്പെഷ്യലാണ്. ഞങ്ങൾ അങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ളവരെ, നമുക്ക് അത്രയും ക്ലോസ് ആയിട്ടുള്ളവരെ മാത്രം വിളിച്ച ചെറിയ ഫംഗ്ഷൻ ആയിരുന്നു. പക്ഷെ ഇതെനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാള് മിച്ചുവിന് വേണ്ടി കൊണ്ടുവന്നതാണ്. അവന് ഭയങ്കര ഇഷ്ടമാണ് മിച്ചുവിന്. കൊണ്ടുവന്ന ആളെ പോലെ തന്നെ പാവം. ഞാൻ പറയാം, ആ ആളെ മാത്രം ഞാൻ പറയട്ടാ. എൻ്റെ സ്റ്റുഡൻ്റ് ഉണ്ട് എറിക്ക്. അപ്പോൾ എറിക്ക് മിച്ചുക്കുട്ടിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. എറിക്കിന് ഭയങ്കര ഇഷ്ടമാണ് മിച്ചുവിനും തിരിച്ചതുപോലെയാണ്. അവള് എനിക്ക് തോന്നുന്നു ഒരു 28 കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ എറിക്ക് 2ാമത് ട്യൂഷൻ എടുത്തപ്പോൾ തൊട്ടേ എറിക്ക് അവളെ കാണുകയാണ്. ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത് എറിക്ക് കൂട്ടം കൊണ്ടുവന്നതാണ്. ഇനി അടുത്തത് എനിക്കൊരു സിസ്റ്റേഴ്സ് വേണം. ചേട്ടൻ വിച്ചുവിന് ഇതില് 1-2 ഗിഫ്റ്റ് ഞാൻ നമ്മൾ വീഡിയോയിൽ ആദ്യം കാണിക്കാനായിട്ട് വിട്ടു. ഇതിന്റെ മൂത്ത ചേട്ടനാണ് ബാക്കിരിക്കുന്നത്, അത് നമ്മൾ കാണിക്കും. അല്ല, നമ്മൾ ഈ വീഡിയോ എടുത്തപ്പോഴത്തേക്ക് ചെറിയൊരു അബദ്ധം പറ്റി. കാരണം ബർത്ത്ഡേക്ക് മുമ്പായിട്ട് ഒരു 4-5 പേര് നമുക്ക് മിച്ചുവിന് നേരത്തെ ഗിഫ്റ്റ് കൊണ്ടു കൊടുത്തായിരുന്നു. കാരണം മിച്ചുവിന്റെ ബർത്ത്ഡേ May 7-നായിരുന്നു. 1-2 കാരണങ്ങൾ കാരണം നമുക്ക് നടത്താൻ പറ്റില്ല ആ സമയത്ത്. അപ്പം അവർക്ക് നേരത്തെ വാങ്ങിച്ചു വെച്ചത് കൊണ്ട് മിച്ചുവിന് കൊണ്ട് കൊടുത്തു. നമ്മളത് കാണിക്കാം. അതായത് ഇതെന്തായാലും നല്ല ക്യൂട്ട് നല്ല സാധനം. ഇതൊന്നും മിച്ചു ഇപ്പൊ കളിക്കുമെന്ന് എനിക്ക് തോന്നില്ല. എന്തായാലും എനിക്ക് രാംരാജിന്റെ മുണ്ട്. മുണ്ടല്ല, നല്ല രസമുണ്ട്. ഈ പിള്ളേരുടെ, പ്രത്യേകിച്ച് പെൺപിള്ളേരുടെ ഡ്രസ്സ് ഭയങ്കര രസമാണ് കേട്ടോ കാണാനായിട്ട്. സത്യം പറഞ്ഞാൽ മിച്ചുവിന് കുറേ ഇങ്ങനത്തെ ഫ്രോക്ക് കിട്ടുമ്പോൾ എനിക്ക് ഇടണം എന്ന് തോന്നാറുണ്ട്. നല്ല രസമുണ്ട്. എപ്പോഴും ഇങ്ങനെ പറഞ്ഞു 2-3 പറഞ്ഞു പറയണമല്ലോ, അല്ലെങ്കിൽ ഇത് കാണുന്നവര് ശരിക്കും കൊള്ളാം, അല്ലെങ്കിൽ ഇത് കൊണ്ടുവരണവർ എന്തായാലും കാണും. അപ്പൊ അവര് വിചാരിക്കില്ലോ അവള് മറ്റവളെ ഡ്രസ്സിൽ പറഞ്ഞത് പറഞ്ഞില്ല എന്നൊരു വിഷമം തോന്നുന്നില്ലേ. പക്ഷെ എല്ലാ ഡ്രസ്സും നല്ലതാണ്. താങ്ക് യു.
ഇനി അടുത്തത് ഇത്. ഇന്നലെ നമ്മളെ ഡ്രസ് ഏകദേശം ഈ കളറായിരുന്നു. ഇത് ഇതിന്റെ അകത്ത് ഉണ്ടെന്ന് അറിയാമായിരുന്നു മിച്ച് വലിയ കുട്ടിയാകുമ്പോ ഇടാം. അതെ. മിച്ചിനൊന്ന് പൊട്ടിക്കാനൊന്നും ഇരിക്കണം എന്നാ അങ്ങനെയൊന്നും താല്പര്യമില്ല. മിച്ച് ഓടി, മിച്ച് മൂഡ് തെറ്റി ഓടി. ഇന്നലെ മൂഡ് തെറ്റിയാണ്. ഇന്നലെ ഫുൾ മൂഡ് തെറ്റി. അല്ലാത്ത സമയം നല്ല മൂഡാണ്. എന്തോ അങ്ങനെയാണ്, ചില സമയത്ത് അങ്ങനെയാണ്. താങ്ക് യു, ആര് കൊണ്ടുവന്നാലും താങ്ക് യു. ശരാ വിടും. അടിപൊളി. നമുക്ക് മൾട്ടി കളർ നല്ല രസമുണ്ട്. മഴവില്ല്, മഴവില്ലിന്റെ എല്ലാ കളറൊന്നും ഇതിലില്ല, എന്നാലും കളർ നല്ല രസമുണ്ട്. ഇവരിവിടെയെങ്കിലും സെലോട്ടെ പോയിട്ടുണ്ട് പൊട്ടിക്കാൻ പാടില്ല. മിച്ചുന് ഇത് വല്ല അറിയണം. എന്റെ പോലത്തെ ഷർട്ടുകളും അതാണ് സാധിച്ചത്. ഇങ്ങനത്തെ മൃഗം, പക്ഷി, പൂക്ക അങ്ങനത്തെ ഷർട്ടൊക്കെയാണ് ഇഷ്ടം. അപ്പൊ അത് മനസ്സിലാക്കി ആരോ മിച്ചുവിന് കൊണ്ടുകൊടുത്തതാണ്. കൊള്ളാം. മിച്ചിന്റെ കുഞ്ഞ് 2 ടവൽ കൊള്ളാം. നമുക്ക് പെട്ടെന്ന് പൊട്ടിക്കാം. കാരണം ഇത് കഴിഞ്ഞിട്ട് ഫങ്ഷൻ സൺഡേ ആയിരുന്നേ. ഇത് അടുത്ത നല്ല അടിപൊളി ഫ്രോക്ക്. അപ്പൊ ഫംഗ്ഷൻ ഇന്നലെ സൺഡേ ആയിരുന്നു, ഇന്ന് മൺഡേ ആണ്. ഇന്ന് മിച്ചുവിനെ കൊണ്ട് ഞങ്ങൾക്ക് വേറൊരു കാര്യം ചെയ്യിപ്പിക്കണം. അപ്പൊ അതിന് റെഡി ആവണം. അത് നമുക്ക് വീഡിയോ ഇടാം. നെക്സ്റ്റ് വീഡിയോ അതായിരിക്കും. അടുത്ത ക്യൂട്ട് ഫ്രോക്ക്. അതാണ് ഞാൻ പെട്ടെന്ന് വീഡിയോ എടുക്കണത്. അച്ചടാ കൊള്ളാം. അതിന്റെ സ്കേർട്ടാണ് കേട്ടോ. മിഡി ടോപ്പാണ്. വനിതാ പോലീസ്. കൊള്ളാം. ഇത് വലിയ കുട്ടിയാകുമ്പോ ഇടാം. അതെ, മിച്ചപ്പോ നമുക്ക് കുറെ നേരത്തേക്ക് ഡ്രസ് ഒന്നും വാങ്ങിച്ചു കൊടുക്കണ്ട കേട്ടോ. ഇനി ആർക്കെങ്കിലും ഡ്രസ്സ് വാങ്ങിച്ചു തരണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മേടിച്ചു തരുന്നത്. ഈ ഗിഫ്റ്റ് ആരെന്ന് പറയണോ? എന്തായാലും അവര് കാണുന്നുണ്ടായിരിക്കും. ഞങ്ങൾ എടുത്തിട്ടുണ്ടേ. ട്രസ്റ്റ് മിയ. ട്രസ്റ്റ് കാണാനില്ല. നമുക്ക് ഒരുപാട് വിശ്വാസമുള്ള ആൾക്കാർ കൊണ്ടുപോകും. അതെ അതെ. ഇതൊരു ഹാമർ ബോളാണ്. ഇത് പൊട്ടിക്കണം. പൊട്ടിച്ചോ, എല്ലാം പൊട്ടിക്കുകയല്ലേ. ഈ ഗിഫ്റ്റും മിച്ചുവിന്റെ ബർത്ത്ഡേക്ക് മുമ്പ് നമുക്കൊരാൾ കൊണ്ടുകൊടുത്തതാണ് അല്ലേ മിച്ചുവിന്? ബർത്ത്ഡേ അല്ല, ബർത്ത്ഡേ ഫംഗ്ഷന് മുമ്പ്. ബർത്ത്ഡേ ഫംഗ്ഷന് മുമ്പ് ഇതൊക്കെ വരാൻ പറ്റില്ല. അതുകൊണ്ട് മിച്ചുവിനെ നേരത്തെ വന്ന് കണ്ടിട്ട്. ഇതൊക്കെ ഇനി എങ്ങനെയാണ് കളിക്കണമെന്ന് ഞാൻ പഠിക്കണം. എന്നിട്ട് വേണം മിച്ചുവിനെ മിച്ചുവിന് ഈ ബോളിനെക്കാളും ചെറിയ കുറച്ച് മുട്ടയെ കിട്ടും. അങ്ങനെ ഒളിപ്പിച്ച് വെച്ച് മിച്ചുവിനെ ഒരാള് എന്താണ് മുട്ട ഇടുന്ന താറാവിന്റെ ഒരു ടോയ് മേടിച്ചത്. നല്ല രസമുണ്ട്. പക്ഷെ ഞങ്ങൾ ആ മുട്ട മാറ്റി. കാരണം അവള് വായിക്കാത്തിടുവോന്നൊരു പേടി കാരണം ആ മുട്ട അത് കുറച്ച് നാളായി, ഒരു 2 ആഴ്ചക്ക് മുകളിലായിട്ടാണ് അത് കിട്ടിയിട്ട്. അപ്പൊ അവൾ ആ ടോയ് ഏകദേശം ഒരു പരിവ് ആക്കിയിട്ടുണ്ട്.
എടുത്തടാ. കൊള്ളല്ലോ. കൊള്ളാം. മഴക്കാലത്തല്ല, ചൂടുവെള്ളത്തിടാൻ പറ്റില്ല. ഇതേ ഗിഫ്റ്റ് കിട്ടിയതല്ല, കാറ്ററിംഗ് കാരിൽ ബാക്കി വന്നിട്ട് രാഹുൽ കാണണമെങ്കിൽ ക്ഷമിച്ചോ. സാഹചര്യം എഴുതിച്ചത് ആരും ടിഷ്യൂ, ഈ ടിഷ്യൂ ആരും തന്നതൊന്നും ആരും തന്നതല്ല. അവിടെ കിടന്നപ്പോ ഞാൻ എടുത്തിട്ടത്. അല്ല അപ്പൊ നിങ്ങൾ വിചാരിക്കും കൊച്ചില്ലാതെ ഈ തള്ളക്കുന്ന പൊട്ടിക്കോ ഒരു നാണമില്ലേ. കാരണം അവളെയും കൂടി ഇരുത്തണമെന്നുണ്ടായിരുന്നു, പക്ഷെ അവൾക്ക് വയ്യാത്തതുകൊണ്ട് അവൾ ഇപ്പോൾ ഉറങ്ങി കേട്ടോ. പണങ്ങി നടന്ന് ഉറങ്ങി. സായിച്ചേട്ടൻ പോണതിന് മുമ്പ് എന്തായാലും വീഡിയോ എടുക്കണമെന്ന് കരുതി. അതിന് സായിച്ചേട്ടൻ്റെ വിഷമം പോകും. ഇല്ലേ സായിച്ചേട്ടൻ? അതെന്താ അങ്ങനെ വിഷമം പറഞ്ഞത്? ഇല്ലാതെ അടുത്ത ഫ്രോക്ക്. ഇതില് പേര് എഴുതിയിട്ടുണ്ട്, അപ്പൊ നമ്മൾ ഒരു പേര് പറയാതിരിക്കണം, മോശമാണ് ഇല്ലേ? അതെ. ഹാപ്പി ബർത്ത്ഡേ മിച്ചു കുട്ടി ബൈ നന്ദന ആൻഡ് നകുൽ. അപ്പൊ നന്ദന നകുൽ എന്ന് പറയുന്നത് മിച്ചുവിന്റെ കസിൻസ് ആണ്. അതായത് സായിച്ചേട്ടന്റെ മാമിയുടെ മക്കളാണ്. ഓക്കെ, താങ്ക് യു. മാമന്റെ മക്കളെ തന്നെ, മാമിക്ക് മാത്രമേ മക്കളുണ്ടാവൂ. മാമന്റെ പേര് പറയണം ഇല്ലേ? ഞങ്ങള് കല്യാണം കഴിച്ച് അടുത്ത മണിക്കൂർ കല്യാണം കഴിച്ചൊരു 4-ാമത്തെ വർഷമാണ് മിച്ചു ജനിക്കണത്. കല്യാണം കഴിച്ച അടുത്ത ദിവസം ഞങ്ങളുടെ റിസപ്ഷൻ. അന്ന് തൊട്ട് കഴിക്കണം വിശേഷമായില്ലേ. അതുകൊണ്ട് വിശേഷമായ പാതി അറിയിച്ചത് വിക്രമ വന്നിട്ടുണ്ട്. സ്ഥലം പറയണോ? പേയാട് ചെറുപാറ. എന്നിട്ട് കോമഡി അതല്ല, മിച്ചു ജനിച്ചൊരു 1 വർഷം ആയില്ല, ഒരു 8 മാസം കഴിഞ്ഞ് നമ്മളവിടെ വേറൊരു വാവ ജനിച്ചപ്പോ നൂലുകെട്ടിന് പോയപ്പോ എന്റെ അടുത്ത് പറഞ്ഞേ, ഞാൻ അടുത്ത സ്വപ്നം കണ്ടെന്നു. ഞാൻ പ്രഗ്നന്റ് ആയി അടുത്ത സ്വപ്നം കണ്ടെന്നു മാമൻ. മിച്ചു ജനിച്ചതിന്റെ അടുത്ത മണിക്കൂറിൽ 2ാമത്തെ കൊച്ചിനെ തെറ്റിച്ച് വെച്ചു തുടങ്ങി. സ്നേഹം കൊണ്ടാണ് ചോദിക്കുന്നത്. കൊള്ളാലോ, ഞാൻ തന്നെ ചേച്ചിയും നകുൽ ചേട്ടന്റെയും ഗിഫ്റ്റ്. അത് കൊള്ളാം. ബ്ലൂ കളർ. മിച്ചുന് ആ കളർ ഇല്ല. മിച്ചുന് ബ്ലൂ ഇല്ല. ഇത് കിട്ടല്ലേ ഒരു കൂമ്പാരമായി അവിടെ. ഇത് ഗിഫ്റ്റ് കിട്ടിയതല്ല കേട്ടോ, ഇത് ഞാൻ വാങ്ങിച്ചതാണ്. മിച്ചുവിന് ബർത്ത്ഡേക്ക് വെക്കാൻ വേണ്ടി ക്രൗൺ വാങ്ങിച്ചത്. അവൾ അങ്ങനെ വച്ചില്ല. ഇത് എനിക്ക് ആളറിയാം. കാരണം എന്ന് വെച്ചാല് ചിലതറിയാം, ചിലതറിഞ്ഞൂടാ. അപ്പം എനിക്ക് ആളെ മനസ്സിലായി. നല്ല ഡ്രസ് വിത്ത് ഹാങ്ങർ. ഇത് അടിച്ചു മാറ്റിയതാ ഹാങ്ങർ അവിടെ നിന്ന്. നല്ല രസമല്ലേ ഇത്? ഷർട്ട് കൊള്ളാം. മിച്ചു ഇപ്പൊ സ്ഥിരം ഒരു സ്ഥലത്ത് പോകണ്ട, അവിടെ വേണമെങ്കിൽ ഇട്ട് കൊടുത്തേക്കല്ലേ. ഇത് പാവം കടക്കാരൻ പൊതിഞ്ഞപ്പോ തിരിഞ്ഞുപോയി. കളറൊക്കെ ഇത് പുറത്തോ രാത്രി വാങ്ങിച്ചതായിരിക്കും. പ്രായപ്പെടുത്തി കാണും. ഇത് കൊള്ളാലോ, വെറൈറ്റി അല്ലേ ഈ ഉള്ളതില്. നമുക്കപ്പം ഓണത്തെ എടുത്ത് കൊടുക്കാം മിച്ചുവിന്. അതിനുമ്പ് മിച്ചു ഇടും. ഇല്ല, ഓണത്തിന് അധികം സമയമില്ലല്ലോ. ബ്ലൂ ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ അടുത്ത ബ്ലൂ കിട്ടി. ഇനി ഇതിലെവിടെയെങ്കിലൊക്കെ ബ്ലൂ കാണും.
കൂടുതലും മിച്ചുവിന് ഒരു 3 ദിവസമൊക്കെ കഴിഞ്ഞൊക്കെ ഇടാൻ പറ്റിയ സാധനങ്ങളാണ്. അതാണ് നല്ലത്. കാരണം തീരെ ചെറുതായാലും അവളുടെ ഇപ്പോഴത്തെ പാകത്തിന് വാങ്ങിച്ചാൽ പെട്ടെന്ന് ചെറുതായി പോകും. അപ്പൊ ഇതാവുമ്പോൾ അവൾക്ക് പിന്നീട് ഇടാമല്ലോ. അപ്പൊ അവൾക്ക് ചെയ്യാറുള്ളൂ. ക്രിസ്മസിന് ഇടാൻ അപ്പൊ ഇത്രയാവോ? അത് പറഞ്ഞൂടാ. അടുത്ത ക്രിസ്മസ് 2027 കഴിഞ്ഞ ക്രിസ്മസിന് നമ്മൾ മിച്ചുവിനെ സാന്താക്ലോസ് ആക്കി. അസോസിയേഷനൊക്കെ വീണ്ടും ഒരു ബ്ലൂ താഴെ കിടപ്പുണ്ട്. ഇതാണ് ഡോറ. ഡോറ ഇല്ലേ? ഡോറ ബുജി. ബുജി ഇല്ല, ഡോറ മാത്രമേ ഉള്ളൂ. ഈ ഡ്രസ് ഞാൻ കാണിച്ചു തരാം. ഇത് വേറൊരു എന്താണ് മിച്ചുവിന്റെ അമ്മയും. അല്ല, ഇത് ടെഡിയാണ്. അത് ടെഡി ടൈപ്പ്. ഓക്കെ, അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. വിത്ത് ആളെ ഞാൻ പറയും. പറയോ? പാവം, അത് തൂക്കി വന്നു. അവൾക്ക് അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു തൂക്കാൻ. 3 മാസമുള്ള കൊച്ചാ? അല്ല, അവളനിയായി. അവളടുത്ത് ഞാൻ വന്നപ്പോ തൊട്ട് ഈ ഗിഫ്റ്റ് ഉണ്ടെന്ന് ആളെ പറ്റിയാണ് പറയണത്. വന്നപ്പോ തൊട്ട് ഞങ്ങൾ പറയണേ കയറി. ഇല്ല അനിയൻ വന്നാലേ കയറുള്ളൂ. അപ്പൊ ഞങ്ങൾ പറഞ്ഞു അവന് വരാൻ അറിയാമല്ലോ, അവരും വരും. ഇല്ല, ഞാൻ അനിയൻ വന്നാലേ കയറുള്ളൂ. അനിയനൊരു വലിയ കവർ ഇരിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പൊ അവനില് വലിയ കവർ. ഞാൻ ആ കവർ അവൻ കൊണ്ട് കയറും. അല്ല, ഇല്ല ഞാൻ കൊണ്ട് കയറും. കൊണ്ടുകയറിയാലേ പറ്റും. ആ പറഞ്ഞ ആളെ മനസ്സിലായില്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഒരു ക്ലൂ തരാം. ഒരു മഞ്ഞ ഉടുപ്പിട്ട് വന്നു വെച്ചു. ഇതും മുട്ട ഇടുന്നതാണാവാ? അല്ല, താറാവാണെങ്കിൽ മുട്ട ഞങ്ങൾ എടുത്ത് മാറ്റുന്നത്. കാരണം അത് മുട്ട വായിക്കാത്തത്. അല്ല, എല്ലാ പിള്ളേരും ഇടും. പിന്നെ ഞങ്ങളെ മോള് പിന്നെ എന്ത് കിട്ടിയാലും വായിക്കാത്തത്. എന്ത് സാധനം ഒക്കെ അങ്ങനെ ഇന്ന സാധനമൊന്നും ഇല്ല. കഴിക്കുന്ന സാധനം വെച്ച് ബാക്കി എല്ലാം അവള് വായിക്കാത്തിട്ട് നോക്കൊന്ന് കടിച്ചു. ഇന്നലെ തന്നെ മറ്റേ ഫോട്ടോ എടുക്കാൻ നേരത്തെ പോസ്റ്റിന്റെ അവിടെ ഒരു വേറെ തുണി കിടപ്പുണ്ട്. അതിലും കടിക്കുന്നുണ്ട്. കൊള്ളല്ലേ? നല്ല ഡക്ക്. പെട്ടെന്ന് നീ വിശക്കണം. അതൊരു പുതിയ കാര്യം. നമ്മൾ ഇൻവൈറ്റ് ചെയ്തതിൽ കുറച്ച് പേർക്ക് വരാൻ പറ്റില്ല. ജെനുവനായിട്ടുള്ള റീസൺ കൊണ്ട് തന്നെയാണ് വരാൻ പറ്റാത്തത്. നമ്മളടുത്ത് പറഞ്ഞല്ലേ, വരാൻ പറ്റാത്തവരെല്ലാവരും അറിയിച്ചു. അടുത്ത ക്രിസ്മസ് ഡ്രസ് നല്ല കളറല്ലേ? ഇതെനിക്ക് ബർത്ത്ഡേക്ക് മുമ്പ്, ബർത്ത്ഡേ ഫംഗ്ഷന് വന്ന ആളാണേ. അതിന് മുമ്പ് വീടിന്റെ തൊട്ടടുത്താണ്. ഓടി വന്ന് തന്നിട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങോട്ട് വരില്ലേ? അത് വരും. പിന്നെ നിങ്ങൾക്ക് ഹോട്ടലിൽ നിന്ന് ഇതുവരെ ഒരു കവർ കുറച്ച് ചുമന്നാ മതിയല്ലോ എന്ന്. ഇത് തന്നാളെ പറയണോ? എന്തായാലും ഞങ്ങൾ ഈ ഡ്രസ്സ് ഇട്ടു. ചേച്ചിക്ക് വരാൻ പറ്റിയില്ല. അപ്പം ഞങ്ങൾ ഈ ഡ്രസ്സും കൂടെ കരുതിയിരുന്നു. കാരണം അവളുടെ ഡ്രസ്സിൽ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ ഒരു ഡ്രസ്സും കൂടെ കയ്യിൽ വയ്ക്കണം എന്ന് കരുതിയിട്ട് എടുത്തായിരുന്നു. പക്ഷെ ഇത് വെച്ച് ഈ ഡ്രസ്സ് ഇട്ടാണ് ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുത്തത് അല്ലേ ഇന്നലെ? മറ്റേ ഡ്രസ്സ് ഇതായപ്പോ ഇനി വലിയ ഒരു പണ്ട് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നത് പോലെ ബണ്ണി. ഓ, സായിച്ചേട്ടൻ കണ്ണെടുത്താ കണ്ടുകൊണ്ടിരുന്നു ബണ്ണിയ. സായിച്ചേട്ടൻ എന്ന് വന്ന് അന്ന് തൊട്ട് ബണ്ണി ഞാൻ മുകളിലാക്കി. ഇഷ്ടമില്ല, അവനെ ചുമ്മാ ഒന്ന് ഇടിക്കുകയൊക്കെ ചെയ്തത്. എന്നെ അറിയാന്നുള്ള എല്ലാവർക്കും അറിയാം ബണ്ണി ഞാനും തമ്മിൽ എന്ത് അറ്റാച്ച്ഡ് ആയിരുന്നു എന്നുള്ളത്. സായിച്ചേട്ടൻ അവനെ കടത്തി വിടുന്നു. ഇനി തൊട്ട് ഇവളാണ് എൻ്റെ ഫ്രണ്ട്. മിച്ചുവിൻ്റെ ബർത്ത്ഡേക്ക് മിച്ചുവിന് കിട്ടി വേറെ 1-2 ഗിഫ്റ്റാണ് കേട്ടോ. ഇത് ഒരു സൈക്കിളും പിന്നെ ഒരു കുതിരയും. അവൾ കളിക്കും, പ്രശ്നമില്ല. പിന്നെ മിച്ചുവിന് കിട്ടിയതാണ് ഈ ഒരു സാധനം. എന്ന് വെച്ചാൽ ഏതാണൊരു
വള്ളി പോലത്തെ സാധനമുണ്ട്, അതിലിങ്ങനെ ഈ കാളവണ്ടി വലിച്ച് കൊണ്ടുപോകണം. ഇതൊക്കെ മിച്ചുവിന് ബർത്ത്ഡേക്ക് മുമ്പായിട്ട് ഫങ്ഷന് മുമ്പായിട്ട് കിട്ടിയതാണ്. ഇതാണ് മിച്ചുവിന് ആദ്യം കിട്ടിയ ബർത്ത്ഡേ ഗിഫ്റ്റ്. ഇത് May 7 രാവിലെ കിട്ടിയ ഗിഫ്റ്റ്. ഓർത്ത് വെച്ച ഒരാൾ മിച്ചുവിന് വേണ്ടി കൊടുത്തതാണ്. സോ ഇതൊക്കെയാണ് മിച്ചുവിന് ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റ്. അപ്പം നിങ്ങൾ വിചാരിക്കും നേരത്തെ ഈ ഡ്രസ്സ് അല്ലായിരുന്നല്ലോ എന്ന്. കാരണം ആ വീഡിയോ കുറച്ച് ദിവസം മുമ്പാണ് എടുത്തത്. അതിനുശേഷം പകുതി വീഡിയോ എടുത്തതിന് സാഹചര്യം മുങ്ങി. പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ സമയം കിട്ടിയില്ല. അപ്പോൾ പിന്നെ ബാക്കി ഇപ്പോഴാണ് എടുക്കുന്നത്. മിച്ചുവിന് വേറെ 1-2 ഗിഫ്റ്റുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ മിച്ചു യൂസ് ചെയ്തു. അതിൽ 1-2 ഡ്രസ്സൊക്കെ കഴുകാനായിട്ട് ഇട്ടിരിക്കുകയാണ്. അങ്ങനെ അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പം മിച്ചുക്കുട്ടിയുടെ ഈ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.